സീരീസ് നമ്പർ 2 രാമേശ്വരം എത്തി ഗൈസ്. ഞങ്ങൾ അങ്ങനെ രാമേശ്വരം അമ്പലത്തിലോട്ട് പോവുക. സത്യം പറഞ്ഞാൽ ഓടിയാണ് പോകുന്നത്. ഓടി ഓടി ചലിച്ചു മടുത്തു. അനുവിനെ കാണാം. അനുവിടെ ഇതാ അനു ക്ഷീണതയായ അനുവിനെ കാണാം. മടുത്തു. ദൈവമേ, ആ കൊച്ചിപ്പോൾ വീണേനെ. ഇനി നേരെ അമ്പലത്തിലോട്ട്. സത്യം പറഞ്ഞ് ഓടി ഓടി മടുത്തായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അടുത്ത ദിവസം സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. തിരക്ക് കാരണം പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വിചാരിച്ചു തലേ ദിവസം തന്നെ ഒന്ന് പോയേക്കാന്ന്. അങ്ങനെ ഓടി, അതും നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിലാണ് പോയത്. പക്ഷേ അവിടെ പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കടലുണ്ട്. കടലിൽ പോയി കുളിച്ച് അമ്പലത്തിനകത്ത് 22 കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളവും നമ്മുടെ തലയിലോട്ട് തലവഴി ഒഴിക്കണം. അതെന്തോ ഒരു ഐതിഹ്യമാണ് അവിടുത്തെ. വേറെ ഒന്നുമല്ല, ഫോട്ടോ വരുന്നു. നമ്മളപ്പോൾ ചെയ്ത പാപം തീരുന്നോ അങ്ങനെ എന്തോ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കടലിൽ പോയിട്ടൊന്നും കുളിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ 22 കുളത്തിലെയും വെള്ളത്തിൽ കുളിച്ചിട്ടാണ് ഓടി റൂമിലോട്ട് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ ചെയ്തിട്ടാണ് പോയത്. അനുവിന് ഓടി 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 മടുത്തായിരുന്നു. അതും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അകത്തേക്ക് മൊബൈലൊന്നും അവർ കയറ്റത്തില്ല. ഇത് ജസ്റ്റ് അതിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ്. പക്ഷെ നല്ല രസമായിരുന്നു ഗൈസ്. നമ്മൾ ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെട്ടെന്നൊന്നും നമ്മൾക്ക് രാമേശ്വരത്തൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല, ഈശ്വരൻ വിചാരിക്കണം എന്നല്ലേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങ് പോയി ദർശനം കിട്ടി, ഞങ്ങൾ ദർശനം കണ്ടു ഒക്കെ. നല്ലൊരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പക്ഷേ ആ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു. കുഴപ്പമില്ല. ഒന്നാമത് തമിഴ്നാട്ടിലുള്ള ഏത് അമ്പലത്തിൽ വന്നാലും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. നല്ലൊരു ഫീലാണ്. അതേപോലത്തെ ആത്ത സ്മെല്ല്, പൂവിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ സൺഡേ പോകാത്തത് നന്നായി. ഇപ്പം തന്നെ ഈ തിരക്കുണ്ടെങ്കിൽ പിറ്റേ ദിവസം സൺഡേ ആ ടൈമിൽ എത്ര തിരക്കുണ്ടാവും. പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ചെരുപ്പ് വെച്ച സ്ഥലം ഞങ്ങൾ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ 4 സൈഡുണ്ട്, ആ 4 സൈഡും ചുറ്റി നടന്നു. സത്യം പറഞ്ഞ ചെരുപ്പ് എവിടെയെന്ന് ഞങ്ങൾക്ക് പിന്നെയും മനസ്സിലായില്ല. ഒരു 2 വട്ടം അങ്ങനെ റൗണ്ട് കറങ്ങിയിട്ടാണ് ചെരുപ്പ് കിട്ടിയത്. ഭാഗ്യത്തിന് ആ ചെരുപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഞങ്ങൾ 2 ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വിശന്നു. അപ്പോൾ നമ്മുടെ അവിടെ അടുത്തൊരു ഹോട്ടൽ കണ്ടു. അതും നമ്മൾക്ക് എവിടെയെന്ന് അറിയത്തില്ല. ഈ വെസ്റ്റ് ഈസ്റ്റ് അങ്ങനത്തെ 4 സൈഡോ. അപ്പോൾ നമുക്കിത് ഏത് സൈഡിലാണ് ഈ ഹോട്ടലെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ പിന്നെയും കറങ്ങി, തിരഞ്ഞു കറങ്ങി. സംഭവം ഭയങ്കരമായിട്ട് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങളങ്ങനെ ഹോട്ടൽ കണ്ടുപിടിച്ച് കയറി. ഒരു ആലശ്ശേരി സത്യമായ വിശപ്പിൻ്റെ ഇടയിൽ എടുക്കാനുള്ള സമയം. ഹോട്ടലിൻ്റെ പേര് വിശ്വനാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഫുഡ് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നത്. നമ്മളെപ്പോഴും ഈ നോൺ വെജൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വെജ് കഴിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. നല്ല ഫുഡ്. വാവ്, സൂപ്പർ. അനുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഒന്ന് ഓടി ഓടുന്നെന്നായിരുന്നു പറഞ്ഞത്. അവൾക്ക് ചമ്മൽ വന്നു, ചമ്മൽ. ഷൈയായി. ഇതാണ് ഹോട്ടൽ ലക്ഷ്മി വില്ലാസ്. ഇതായിരുന്നു. ഇനി റെസ്റ്റ് എടുക്കുന്നു. നാളെ രാവിലെ തന്നെ ധനുഷ്കോടി പോകുന്നു. ഇനി ധനുഷ്കോടിയിലെ വിശേഷങ്ങൾ രാവിലെ പോകണം. ഇനി നാളെ കാണാം. ഓക്കെ, ബായ്. ഇങ്ങനെ